guys, welcome back to our channel. Mr. and Mrs. Soul. പുതിയൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഇംഗ്ലീഷ് പറയാൻ പാടില്ലല്ലോ. നോ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ചലഞ്ച്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ പാടില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിക്കും. അപ്പം മലയാളം മാത്രം പറയണം, ഇംഗ്ലീഷ് പറയാൻ പാടില്ല. അപ്പം നമുക്ക് തുടങ്ങാം. സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിന്റെ പേരെന്താണ്? അപ്പൊ ഒരു പോയിന്റ് പോയി. ഹിന്ദു മത യോഗക്ഷേമം അതിപ്പോ കഴിഞ്ഞില്ലേ? ചേട്ടൻ അവിടെ കുട്ടികൾക്കാട് സ്കൂളിൽ പഠിച്ചല്ല. സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഏത് സ്കൂളാണ്, ഏത് കോളേജാണ്, അല്ലെങ്കിൽ എവിടെയാണ് പഠിച്ചത്? വിദ്യാലയം എന്ന് പറഞ്ഞാല് മാല്യങ്കര കോളേജ്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഇതെന്റെ ഭാര്യ. അച്ഛൻ്റെ ജോലി എന്താണ്? അച്ഛൻ കടലിൽ പോകുന്നു, മത്സ്യബന്ധന നൗകയിൽ. ഫുഡ് ഏതാണ്? ഫുഡ് എനിക്കാ പൊറോട്ട. ആ ഇറച്ചിക്കറിയും പൊറോട്ട ഏത് ഹോട്ടലിൽ നിന്നാ വാങ്ങണം? ശ്രീലക്ഷ്മി ചായക്കട. ഏത് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? അതാ ഇപ്പൊ തന്നെ ചോദിച്ചത്. നാടൻ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന് അറിയാം, അല്ലെങ്കിൽ സദ്യ എന്തെന്നാണ് ചോദിച്ചത്? സദ്യ. നിന്റെ ജോലി എന്താണ്? ഞാനിപ്പോ ഫ്രണ്ട്സിലായിരുന്നു. ഫ്രണ്ട്സിന്റെ മലയാളം പറഞ്ഞു പോയി മൂന്ന്. ചേട്ടൻ എന്നോട് ചോദിക്കും. എത്ര വേണമെങ്കിലും ചോദിക്കാം. ചേട്ടന് തോപ്പിക്കാൻ പറ്റുമെന്ന് അറിയണം. ചേട്ടന് 3 പോയിന്റ് പോയി. 3 തെറ്റു പറയാം. മോക്കടെ ബർത്ത്ഡേക്ക് ഏറ്റവും ഫസ്റ്റ് തന്ന ഗിഫ്റ്റ് ആണ് മോതിരം. എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് ചെയ്താണ്. കയ്യിൽ കെട്ടണത് സമയം നോക്കാൻ കെട്ടണ ഒരു സാധനമാണ് തന്നത്. അല്ല, അതിന് പേരുണ്ടല്ലോ. അതാണ് ഒരു സാധനം, സമയം നോക്കാൻ കയ്യിൽ കെട്ടുന്ന ഒരു സാധനം. അങ്ങനെ മോള് എന്നോട് ഏത് കോളേജ് ഞാൻ പഠിച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ വീടിന്ന് അവിടെ അവർക്ക് നേരെ കാണുന്ന കോളേജ്. അതെന്റെ കുഴപ്പമല്ല. ഓക്കെ ശരി. പടിഞ്ഞാറേക്കാട്ടിൽ ഷൈൻ, മകൾ അഞ്ജന. ഷോർട്ട് ഫോം ഇല്ല. അതല്ല ഇപ്പൊ പറഞ്ഞത്. മോളിപ്പോ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശീലനത്തിലാണ് പഠിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള അധ്യാപിക പരിശീലനത്തിന് പഠിക്കുന്നു. പഠിച്ചു വേണ്ടി മാത്രം. ബൈക്കിന്റെ പേരെന്താണ്? പുതിയ ബൈക്ക്. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ബൈക്കാണ്. ആ ബൈക്കിന്റെ പേരെന്താണ്? ഏത് ബൈക്കാണ് നമ്മൾ എടുത്തത്? അതൊരു ചുവന്ന നിറമുള്ള 2 ചക്രങ്ങളുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? എനിക്ക് പൊറോട്ടയും ഇറച്ചിക്കറിയുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അത് നമുക്ക് മണാലി പോകുമ്പോ എങ്ങനെ പോകാനാണ് ഇഷ്ടം? ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങളൊന്നും നോക്കും. എങ്ങനെ പോകാനാണ്? 2 ചക്ര വാഹനത്തിൽ പോകാനാണ് ഇഷ്ടം. 2 ചക്രത്തിൽ വാഹനത്തിൽ പോകുമ്പോൾ അതിൽ നമ്മളടിക്കുന്ന ഇന്ധനം ഏതാണ്? അതൊരു ഇന്ധനം. അത് എന്ത് ഇന്ധനം? മണ്ണെണ്ണ.
അതൊരു പ്രത്യേകതരം മണമുള്ള ഇന്ധനം. ആ പച്ചവെള്ളം പോലെ മണ്ണെണ്ണക്കും മണമുണ്ടല്ലോ, അത് എന്തിന്ധനമാണ്? വാഹനങ്ങളിൽ അടിക്കുന്ന ഒരു ഇന്ധനം. ഓക്കെ ഓക്കെ, അങ്ങനെ. അത് ഡീസലാണോ പെട്രോളാണോ? അത് രണ്ടാമതേ പറഞ്ഞത്. ഈ രണ്ടാമത് പറഞ്ഞത് എന്താ പറയൂ? ഇല്ല, ചേട്ടൻ രണ്ടാമത് പറഞ്ഞ സാധനമാണ് അടിക്കുന്നത്. ഏത് അതത്ര പറഞ്ഞിട്ടാ ഉത്തരം മുട്ടി? ഉത്തരം മൂന്ന് 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 കാര്യല്ലേ പറഞ്ഞ. അപ്പൊ പറയണത് പെട്രോളിനെയും. ചേട്ടൻ കോളേജിൽ പോയിരുന്നപ്പോൾ എടുത്ത സബ്ജക്റ്റിന്റെ പേരെന്താണ്? കാശ്മീരാണ്. അതെങ്ങനെ പോകാനാണ് ഇഷ്ടം? ഇരുചക്രവാഹനം. ഇരുചക്രവാഹനം വരെ കാശ്മീർ പോലെ പോകും? ഇല്ല, എനിക്ക് താല്പര്യം കൂടുതലും നീണ്ട വണ്ടി കയറിയിട്ട് ഡൽഹിയിലാണ്. അവിടെ നിന്ന് ഇരുചക്രവാഹനം വാടകയ്ക്ക് എടുത്തു. ആ നീണ്ട വണ്ടി ഉദ്ദേശിക്കുന്നത് നീണ്ട വണ്ടി ഏറ്റവും കൂടുതൽ ബോഗികളൊക്കെ ഉള്ള വണ്ടി. തീവണ്ടി. ആ, തീവണ്ടി. ചേട്ടൻ കൈ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ പേരെന്താണ്? ഇതാ, ഇത് കൈ ഘടിയാരം. +2 ഏത് സബ്ജക്റ്റാണ് എടുത്തത്? ഞാൻ സംസ്കൃതം. സംസ്കൃതം ഒരു സെക്കൻഡ്. അതല്ല, അത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ചോദ്യം പറയാനുള്ള സെക്കൻഡ് പറഞ്ഞു. സെക്കൻഡ് സബ്ജക്റ്റാണ്, ഏത് സബ്ജക്റ്റാണ് എടുത്തത്? ഞാൻ കാശ്മീർ. +2 പഠിച്ച സ്കൂളിന്റെ പേര്? ഹയർ സെക്കൻഡറി വിദ്യാലയം. ഹയർ സെക്കൻഡറി അപ്പൊ സെക്കൻഡറി ഹിന്ദുമത വിദ്യാലയം. ഞാൻ ആഗ്രഹം. എനിക്കോ? എനിക്ക് ആഗ്രഹം നല്ലൊരു കാൽപന്ത് കളിക്കാരൻ. എപ്പൊ നോക്കിയാലും മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരു ഗെയിമില്ല, ആ ഗെയിമിന്റെ പേരെന്താണ്? കാൽപന്ത് കളി. അതല്ല, കാൽപന്ത് കളി അത് ഞാൻ ഇപ്പൊ കളിക്കാറ്. അതല്ല, എപ്പോഴും കളിക്കുന്ന ഒരു ഗെയിം. ഇല്ലില്ല, ഞാൻ എന്താ പറഞ്ഞില്ലല്ല, അത് കളഞ്ഞു. എന്നാലും അതിന്റെ പേര് പറയാലോ. പേര് പറയൂ. അങ്ങനെ അത് പറയാൻ പോലും എന്നാണ് ആഗ്രഹം? അത് 4 ചക്ര വാഹനത്തിൽ പോകും. 4 ചക്രം തന്നെ ഏതാണ് ഉദ്ദേശിക്കുന്നത്? കുറെ 4 ചക്ര വാഹനം ഉണ്ടല്ലോ. ഒരു 12 കസേരയുള്ള വണ്ടി. ചേട്ടൻ ജയിച്ചിട്ടില്ല. ഈ കളിയിൽ ഒരെണ്ണം തെറ്റിച്ചുള്ളൂ. എന്നോട് ഞാൻ എന്നെ തോപ്പിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ 100 പോലെ വെള്ളം വരുന്ന ഇതില് കൈ കഴിക്കും. അതില് അല്ല, അത് എല്ലാവരുടെയും വീട്ടില് ഉണ്ടാവുന്ന ഒരു സാധനം. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പഞ്ചസാര, പിന്നെ നിറമുള്ള ഒരു പൊടി. ആ പൊടിയുടെ പേരെന്താണ്? ആ പൊടിയുടെ പേര് അതാണ്. ഏതാണ് കാപ്പിപ്പൊടി? നിറമുള്ള പൊടി. അത് പിന്നെ അലോവേര ജെല്ലിന് കൂടുതൽ ഇഷ്ടമുണ്ടോ? അത് എങ്ങനെ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം കൂടുതൽ? തലയിടാന്ന് വെച്ചാൽ എങ്ങനെ യൂസ് ചെയ്യാൻ? തലയിലിടാനാണ് മൂത്ത് വെത്താനാന്ന് നമുക്കറിയാം. അത് എന്തിന് യൂസ് ചെയ്യും? അരച്ച് തലയിൽ പുരട്ടാം.
കല്ലിലിട്ട് ചതക്കണോ അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഗ്രൈൻഡറിലിട്ട് അടിക്കണം? രണ്ടാമത് പറഞ്ഞത് അല്ലേ അതല്ല താങ്കളാണ് എനിക്ക് രണ്ടാമത്. ഈ വൈദ്യുതിയിൽ കുത്തി ഉപയോഗിക്കണ ഒരു കറങ്ങുന്ന ഉപകരണം. വൈദ്യുതി എന്ന് പറയാം. അതൊന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആക്ടർ ഏതാണ്? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ്റെ പടം സിനിമ ഏതെങ്കിലും പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോ കിട്ടൂലല്ലോ. സലാല വേണ്ട നമുക്ക് എല്ലാവർക്കും ഊഹിച്ചെടുക്കാവുന്നല്ലേ. കഴിഞ്ഞു. അപ്പൊ ഒന്നായ ഇപ്പൊ തോറ്റല്ല എന്തിനാണ് പഠിക്കുന്നത്? രോഗികളെ നോക്കാൻ പഠിക്കുന്നു. രോഗികളെ നോക്കാൻ ആശുപത്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരാവാൻ പഠിക്കുന്നു. നല്ലൊരു ഇതാണ്. അതിന്റെ ജോബുകൾ അതിന്റെ ആ ജോലിയുടെ എങ്ങനെ പ്രത്യേകത എന്താണ്? അത് അവിടുത്തെ ആശുപത്രിയിൽ വന്ന രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാൻ. എവിടെയാണ്? കെങ്കേരി ബാംഗ്ലൂരിൻ്റെ അടുത്ത് അല്ലേ? ഇനി അവധി കിട്ടുമ്പോൾ എങ്ങനെയാണോ അത് കൂടുതൽ തീവണ്ടിയിൽ എങ്ങനെ ടിക്കറ്റ് എടുത്ത് എന്നാലും ബുക്ക് ചെയ്യും? എങ്ങനെയാണ് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. അത് നമ്മള് അവിടെ കയറുമ്പോ കാശ് കൊടുത്ത് ഒരു പേപ്പർ വാങ്ങൂലേ, ആ പേപ്പർ വെച്ച് കാശ് കൊടുത്ത പേപ്പർ വാങ്ങും. ഒരു ചെറിയ പേപ്പർ ചെറിയ സമയവും ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ. കഴിഞ്ഞല്ല ചെയ്തത് 2 റൗണ്ടാണ് ഇപ്പം ഈ ഗെയിം ചെയ്തത്. അതിൽ ഓരോ റൗണ്ട് വെച്ച് ഞങ്ങളിപ്പോൾ ജയിച്ചിട്ടുണ്ട്. തോപ്പിക്കാനൊന്നും പെട്ടെന്നൊന്നും പറ്റൂല, എന്നെ തോപ്പിക്കാനും പറ്റൂല. ചെറിയ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പം അടുത്ത നാളെ നല്ലൊരു ചലഞ്ച് വീഡിയോ ഇട്ട് ഒരു ചേച്ചി കമന്റ് ചെയ്തായിരുന്നു സ്നീസിങ് ചലഞ്ച് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യാം. പിന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം കേൾക്കാതെ നല്ല മഴയാണ് ഇവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണം. മഴയെന്ന് വെച്ചാൽ എവിടെയും വെച്ച് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റണില്ല. ലൈറ്റും പോയി കിടക്കുകയാണ്. ഒരു വണ്ടിയുടെ പുറത്ത് വെച്ചാണ്. കേട്ടോ ഗൈസ്, ഞങ്ങൾ ഗെയിം എടുക്കണത് വണ്ടിയുടെ GT പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കണത്. ബുദ്ധൻ്റെ ഇതിൽ ആണ് വെച്ചേക്കുന്നത്. മൊത്തം മഴയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പം ഇത് ചലഞ്ചൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.